കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടില് നമുക്ക് തന്നെ ഡ്രസ്റ്റിക്ക് നമ്മുടെ വീട്ടിൽ നിർമ്മിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോ ചൂല് ഉഴിഞ്ഞെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഭാഗം കളയാം നമ്മുടെ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഓട്ടപാത്രം അത് നമ്മുടെ ചോറിൽ കിട്ടുന്ന കൈയിലൊട്ടയിൽ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ആവുക. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. ഒഴിഞ്ഞെടുത്തിട്ടുണ്ട് അല്ല ഈർക്കിളി. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരവടി എടുത്തിട്ടുണ്ട്. കുറച്ച് തടിയുള്ളതും കുറച്ച് നീളമുള്ളതാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈർക്കിളിയൊക്കെ വെക്കാൻ പാകത്തിന്. പിന്നെ നമ്മളെടുത്തുള്ള ഫെവിക്കോളാണ്. അതുപോലെ തന്നെ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 8 ഈർക്കിളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഒരു വലിയൊരു വടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്കിത് വെച്ചെടുത്തിട്ട് ടാപ്പ് ചുറ്റുമാണ് വേണ്ടത്. അതിന് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഇതിൻ്റെ മേലെ തേച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് തേച്ചെടുക്കാം. കൈക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിക്കാം. ഇത്രത്തോളം മതി. ഇനി നമുക്കിത് നമ്മുടെ സ്റ്റിക്ക് നമ്മുടെ ഈർക്കിളിമേ മൊത്തം തേക്കാം കേട്ടോ. ഇത് തേക്കണത് ഇത് നല്ല സ്റ്റിക്ക് പോലെ ആവാനാണ്, കറക്റ്റായിട്ട് ഡ്രൈ സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമുക്ക് പശ തേക്കുന്നത് നല്ല പോലെ തന്നെ പശ വേണം, എന്നാൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇത് ഈ ഈർക്കിളികൾ ഇവിടെ വെച്ചിട്ട് ടാപ്പ് കുത്തിയാട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ലാസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ടാപ്പ് കുത്തിയാണുണ്ട്. അപ്പോൾ നമുക്ക് ടാപ്പ് ചുറ്റാം. നമ്മളിത് ഇവിടെ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ ആക്കി കൊടുക്കാം, വളച്ചെടുക്കാം. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഡ് വരെ അങ്ങനെ ചെയ്തിട്ട് ഈ എൻഡിൽ ടാപ്പ് ചുറ്റാം. അതാണ് നമുക്ക് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കാണാമല്ലോ. അതേപോലെ ഇവിടെ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടാപ്പ് ചുറ്റിയെടുക്കാം. നമ്മൾ മൊത്തം ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കാണുന്ന ഇങ്ങനത്തെ ബെൻഡുകളില്ലേ, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ മെഴുതിരി ഉപയോഗിച്ചിട്ട് ചൂടാക്കി കൊടുക്കാം. നമ്മളിവിടെ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചൂടാക്കാം. മെഴുതിരി ഇവിടെ നമുക്ക് ചൂടാക്കിയതിന് ശേഷം കാണാം.
ഗൈസ് ഇതുപോലെ നമുക്ക് ഇനി കുറച്ച് ബ്ലാക്ക് പെയിന്റ് വെച്ച് അടിച്ചെടുക്കാം. ഗൈസ് ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കാം കേട്ടോ മൊത്തം. എല്ലാം ബ്ലാക്ക് പെയിന്റ് അടിച്ചതിന് ശേഷം ഗൈസ് നമുക്ക് നമ്മുടെ ഡ്രൈ സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പഴയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ആ കുപ്പിയുടെ അടപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അത് നമുക്ക് വേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ വെച്ച് കൊടുക്കാം. നമുക്കല്ല ഫെവിക്കോൾ വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ഫെവിക്കോളും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യണേ. മിക്സിങ് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്ത കുപ്പി എടുത്തുക. നൈസായിട്ട് ആകുമ്പോൾ മൊത്തം ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഒന്നും നോക്കണ്ട, നല്ല പവറിൽ തന്നെ അടിച്ചെടുക്കാം. നമുക്ക് നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. എന്നാലത് പേപ്പർ ഒട്ടുള്ള പേപ്പറാണ് നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ പേപ്പർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ അടിച്ചെടുക്കുക, പേപ്പർ എടുക്കുക, ഒട്ടിക്കുക. അതേപോലെ നമുക്ക് കുപ്പി മൊത്തം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കുപ്പി അടിക്കാൻ എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കളറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കക്കൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗോൾഡ് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുപ്പിക്ക് വേണ്ടി 2 കളറും മറ്റേ ഈർക്ലീമിക്ക് വേണ്ടി 3 കളറാണ് എടുത്തുള്ളത്. ഈർക്ലീം എടുത്തിട്ട് ചുമപ്പ് എടുത്തിട്ടുണ്ട്, കറുപ്പ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിന്റ് എടുത്തുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീൻ ആട്ടോ. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം. നമുക്ക് മൊത്തം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കുപ്പി മൊത്തം പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഉണക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കല്ലുമകൈ ഒട്ടിച്ചേർക്കാം. ഈ പച്ചമേ ഒട്ടിക്കുന്നുണ്ട്, കല്ലുമകൈ ഗോൾഡ് കളറായിട്ട് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കുപ്പി മൊത്തം കല്ലുമകൈ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുപ്പിമേ കല്ലുമകയമേ ഗോൾഡ് പെയിന്റ് അടിച്ചെടുക്കാം. അതിന് ശേഷം കാണാം കേട്ടോ. നമ്മൾ മുഴുവൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു കോട്ട് അടിച്ച പോണ്ട് വരാണ്ട് തൃപ്തി ഇതായില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ സെക്കൻഡ് കോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. നമ്മൾ കുപ്പിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പൂഴി അല്ലെങ്കിൽ നമ്മുടെ കോരിപ്പൊടി ഇട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കോരിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അത് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് മൊത്തം ഇടാം കേട്ടോ. അതിനുശേഷം കാണാം. നമ്മൾ മണലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ലിടാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഈർക്കിളികൾ കുത്തിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പലതിലാണ് കുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കുത്തി വെച്ചെടുക്കാം. നമുക്ക് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാതും കുത്തി വെച്ചതിന് ശേഷം കാണാം. ഉപകാരപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയിൽ കാണാം. പ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്.